വെൽക്കം ടു ജാസ്സ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് മട്ടൻ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ മേടിക്കുമ്പോൾ ഇതേപോലെ വലിയ പീസാക്കിയിട്ട് മേടിക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള പീസ്, ഇപ്പോൾ 1 കിലോ മേടിക്കുകയാണെങ്കിൽ ഒരു 5 പീസൊക്കെ ആക്കിയിട്ട് ആക്കിയാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ, മട്ടൻ മന്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ കടയിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ ഇതേപോലെ അവരോട് പറയാം, വലിയ പീസാക്കിയിട്ട് കഷ്ണിച്ച് തരാൻ പറയാം. അപ്പോൾ മട്ടൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് സെല്ലാ റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിക്കും അതുപോലെ മജ്ബൂസിനും കപ്സക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സെല്ലാ റൈസ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ, അത് നാട്ടിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ സെല്ലാ റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് വ്യത്യാസം വരും. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് എടുത്തേക്കുന്നത്. ഈ ഒരു 5.5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറിൽ 4 കപ്പ് അരി കൊള്ളും കേട്ടോ. അതായത് 250 ml കപ്പിൽ 4 കപ്പ് അരി ഇതിൽ കൊള്ളും. 4 കപ്പിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ തിങ്ങിപ്പോവും. തിങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും. 4 കപ്പ് വരെ നമുക്കിതിൽ മന്തി ഉണ്ടാക്കാം. കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 2 ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക, 2 കഷ്ണം കറുവപ്പട്ട, ഒരു 3 ഏലക്ക, ഒരു 10 കുരുമുളക്. ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ഇട്ട് കൊടുക്കുക, വലിയ ജീരകം. ഇതിലേക്ക് 2 സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നേരത്തെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുത്താണ്. അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ തക്കാളി അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. മട്ടൻ മന്തിയിൽ മാത്രമേ ഈ ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളകും ഇതിൽ ചേർക്കുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറക്റ്റ് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക.
വറ്റാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മട്ടനും കൂടിയിട്ടുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പ് നന്നായിട്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 5 വിസിൽ വരുത്താം. അപ്പോൾ മട്ടന് ചിലപ്പോൾ വേവിൽ വ്യത്യാസം വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് നന്നായിട്ട് വേവേം വേണം, അതേപോലെ തന്നെ നമ്മൾ ഈ എല്ലിൽ നിന്ന് വിട്ടു പോകാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ വേണം അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചില മട്ടനിൽ വേവിൽ വ്യത്യാസം വരും, ചിലപ്പോൾ 5 വിസിലുകൊണ്ട് വെന്ത് കിട്ടില്ല, ചിലത് 5 വിസിലുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മട്ടൻ വേവുമ്പോഴേക്കും നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. കുക്കറിൽ വെക്കുമ്പോൾ അരി ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് വാറ്റ വെച്ചേരുന്ന അരി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ അരി ഒന്ന് വറുത്തെടുക്കാം. മട്ടൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ വേവണം, അതായത് കഷ്ണം നന്നായിട്ട് വേവണം ഇതേ സ്ഥാനത്ത്. പക്ഷേ ഈ എല്ലും വന്ന് ഈ കഷ്ണം വിട്ടു പോകാനും പാടില്ല. അങ്ങനത്തെ രീതിയിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ചിക്കൻ മന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ മന്തി വേവിച്ചെടുക്കുമ്പോൾ ഞാൻ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തിക്ക് ചിക്കൻ നമ്മൾ വേവിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം അളന്നൊഴിക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു കണക്ക് കിട്ടും നമുക്ക്. പക്ഷെ അതേപോലെ മട്ടനിൽ നിന്ന് എത്രത്തോളം വെള്ളം ഇറങ്ങും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വെള്ളം ഒന്ന് എന്തായാലും അളന്ന് നോക്കണം. ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിലാണ് ചോറ് വേവിച്ചെടുക്കുന്നത്. അത് നമുക്ക് ഈ മട്ടൻ ഇതിൽ നിന്ന് മാറ്റാം. മട്ടൻ മേടിക്കുമ്പോൾ കുറച്ച് നെയ്യോടുകൂടി മേടിക്കുകയാണെങ്കിൽ ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇനി ഈ വെള്ളം ഒന്ന് അളന്നെടുക്കാം. വെള്ളം ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. കറക്റ്റ് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് മട്ടൻ വേവിച്ചെടുത്തത്. ഇപ്പോൾ മട്ടൻ വെന്ത് വന്നപ്പോൾ കറക്റ്റ് 4 കപ്പ് തന്നെ വെള്ളം കിട്ടിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സെല്ല റൈസ് കറക്റ്റ് 4 കപ്പാണ് എടുത്തേക്കുന്നത്. 4 കപ്പിന് കറക്റ്റ് 8 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ 8 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. സെല്ല റൈസ് ആയതുകൊണ്ട് കുക്കറിൽ വെക്കുമ്പോൾ 4 കപ്പിന് 8 കപ്പ് വെള്ളം തന്നെ വെക്കാം. ഇതേ സ്ഥാനത്ത് നമ്മൾ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 കപ്പിന് കറക്റ്റ് 1.5 കപ്പൊക്കെ വെള്ളം വെച്ചാൽ മതിയാവും കേട്ടോ. 8 കപ്പ് തന്നെ വെക്കണമെന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ചോറിനും കൂടി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. മുഴുവനോടുള്ള പച്ചമുളകാണ് ഇട്ടേക്കണത്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിലൊരു 4 ടേബിൾ സ്പൂൺ തക്കാളി നമ്മൾ മട്ടൻ വേവിച്ചപ്പോൾ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉണക്കനാരങ്ങയാണ്. അതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം.
ഈ കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുത്താം. രണ്ടാമത്തെ വിസിൽ വരാനാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. മൊത്തത്തിൽ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇനി നമുക്ക് മട്ടനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി വറക്കാൻ ഉപയോഗിച്ച പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചിടുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ടീസ്പൂണാണ് എടുത്തേക്കുന്നത്, ആ അളവ് മാറണ്ട. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിടണം, അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ചിടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് നന്നായിട്ട് കൂട്ടിയിടുക. നമ്മൾ ഈ ഇട്ടേക്കുന്ന പൊടികളൊക്കെ ശരിക്ക് മട്ടനിൽ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറും ഓയിലും കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ആ മസാലയൊക്കെ മട്ടനിൽ പിടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. നമുക്ക് ചോറ് റെഡിയായോ നോക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരാനാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മൊത്തത്തിൽ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കണ്ടില്ലേ? നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മട്ടൺ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇതേപോലത്തെ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഞാനൊരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലത്തെ ഒരു ചാർക്കോളിൻ്റെ കഷ്ണം എടുത്തിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കി ഇതൊന്ന് കനലാക്കാം. അതിന് ശേഷം ഇത് നമ്മൾ ആ ചോറിലോട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് അതൊന്ന് കനലാക്കിയതിന് ശേഷം അത് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ചാർക്കോള് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിൻ്റെ മൂടി എടുത്ത് മാറ്റാം നമുക്ക്. അപ്പോഴേക്കും അതിലത്തെ പുകയൊക്കെ അതിലേക്ക് ചോറിലേക്കൊക്കെ ശരിക്കും പുക മണം വന്നിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. പുകയൊക്കെ പോയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ ഒരു പാത്രം മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പ്
അതിന് മുമ്പ് ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒന്ന് കുക്കറിൽ ചെയ്യുന്നതും പിന്നെ ഇഡ്ലിച്ചെമ്പിൽ ചെയ്യുന്നതും. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കിയവർ മട്ടൻ മന്തിയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചവരൊക്കെ ഉണ്ടാക്കി നോക്കാം, അല്ലാത്തവരും ഉണ്ടാക്കി നോക്കട്ടോ. ഇത് ഒറിജിനൽ റെസിപ്പിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുള്ള മന്തി തന്നെയാണിത്. മട്ടൻ ഇപ്പോൾ നമ്മൾ ചിക്കൻ കൂട്ടുന്ന പോലെ എല്ലാവരും മട്ടൻ കൂട്ടുമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ചോറിന് മാത്രം നല്ല ടേസ്റ്റാണ് കേട്ടോ. മട്ടൻ്റെ ഈ കഷ്ണം കൂട്ടിയില്ലെങ്കിലും ഈ ചോറ് മാത്രം തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മറിക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മുടെ ആ കുക്കറിൻ്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് അടിയിലേക്ക് ഒന്നും കൂടി വേവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മന്തി എന്ന് പറയുമ്പോൾ ചോറൊക്കെ നന്നായിട്ട് വിട്ട് നിൽക്കുന്ന ചോറായിരിക്കണം. അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിലേ അടിയിലേക്ക് ഒന്നും കൂടി വേവാവും. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ചോറെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വിതറാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ. റെസ്റ്റോറൻറ്റിലൊക്കെ ഇതേപോലെ ഒരു തലയിലായിരിക്കും കേട്ടോ നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.